സോ ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്ന Xiaomi എന്ന ബ്രാൻഡിന്റെ Xiaomi Mix Fold 3 എന്ന സ്മാർട്ട് ഫോണിന്റെ റിവ്യൂ ആണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ മസ്റ്റ് ബി ലൈക്ക് ചെയ്തേക്കുക. സോ ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് രണ്ട് ഡിസ്പ്ലേസ് ആണ് മേജർ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ 8.02 ഇഞ്ചസിന്റെ LTPO2 AMOLED സ്ക്രീൻ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മെയിൻ സ്ക്രീൻ ആയിട്ട് നമുക്ക് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 360 ppi ഡെൻസിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒരു ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡറി ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ 6.5 ഇഞ്ചസിന്റെ സെയിം LTPO AMOLED സ്ക്രീൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്ക്രീനകത്ത് നമുക്ക് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ നമുക്ക് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് ആയിരിക്കും വരാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സെൽഫി ക്യാമറ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് 32 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സെൽഫി ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് 1080p 30 FPS ഉള്ള വീഡിയോസ് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. സോ ഇനി മെയിൻ ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് 108 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ മെയിൻ ലെൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമതായിട്ട് 48 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ്. ലാസ്റ്റ് ആയിട്ട് 13 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡുവൽ LED ഫ്ലാഷ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ ക്യാമറ യൂസ് ചെയ്ത് 8K വീഡിയോസ് നമുക്ക് 24 FPS അല്ലെങ്കിൽ 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 4K വീഡിയോസ് 30 അല്ലെങ്കിൽ 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ 5G സ്മാർട്ട് ഫോൺ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് NFC അവൈലബിൾ ആണ്. അതുപോലെ ഡുവൽ സ്പീക്കേഴ്സ് ആണ്, അതല്ലെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മെമ്മറി എക്സ്പാൻഷൻ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഡുവൽ നാനോ സിം സ്ലോട്ട് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് ഇതിന്റെ പ്രൊസസറിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ മസ്റ്റ് ബി ലൈക്ക് ചെയ്തേക്കുക. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്നാപ്ഡ്രാഗന്റെ 8th Gen 2 ചിപ്സെറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. അതുപോലെ തന്നെ Adreno 740 ആണ് GPU പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 64 ബിറ്റിന്റെ ആർക്കിടെക്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ആയിട്ട് ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഈ സ്മാർട്ട് ഫോണിനകത്ത് 4800 mAh ബാറ്ററി ബാക്കപ്പ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ 120 വാട്ട്സിന്റെ വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ആൻഡ് ഫൈനലി ഇത്രയധികം ഫീച്ചേഴ്സ് വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ എന്തായാലും 1 ലക്ഷത്തിന് മുകളിലോട്ടായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 1.3 lakh എബോവ് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2500 രൂപയ്ക്ക് താഴെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു AMOLED സ്ക്രീൻ വരുന്ന റൗണ്ടഡ് ഉള്ള ഡിസ്പ്ലേ വരുന്ന ഒരു സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിലും മിച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.